ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ഇന്ന് നടന്ന മത്സരത്തിൽ സ്കോട്ട്ലാൻഡിനെ ബ്രസീൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മികച്ച പ്രകടനമാണ് മത്സരത്തിൽ ബ്രസീൽ നടത്തിയത്. ഒരുപാട് ഗോൾ അവസരങ്ങൾ ബ്രസീലിന് ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. അതെല്ലാം കൺവേർട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയ ഒരു വിജയം നേടാൻ ബ്രസീലിന് സാധിക്കുമായിരുന്നു. ഏതായാലും വിനീഷ്യസ് ജൂനിയർ ആണ് ഈ മത്സരത്തിൽ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തത്. അദ്ദേഹം മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കുകയും ചെയ്തു. പക്ഷേ ഈ മത്സരത്തിൽ നല്ല രൂപത്തിൽ കളിച്ച ചില താരങ്ങളെ എടുത്തു പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് 3 താരങ്ങളെ നമ്മൾ എടുത്തു പ്രശംസിക്കേണ്ടതുണ്ട്. ഒന്ന് ഗബ്രിയേൽ മഗല്ലസ് ആണ്. തകർപ്പൻ പ്രകടനമാണ് ഗബ്രിയേൽ മഗല്ലസ് നടത്തിയത് എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. 107 ടച്ചുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 98 പാസുകളിൽ 93 പാസുകളും അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പാസുകൾ കംപ്ലീറ്റ് ചെയ്ത താരം അത് ഗബ്രിയേൽ മഗല്ലസ് ആണ്. അതുപോലെ തന്നെ 7 ഡുവൽസ് വോൺ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 5 ഏരിയൽ ഡുവൽസ് അദ്ദേഹം വോൺ ചെയ്തിട്ടുണ്ട്. ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഏരിയൽ ഡുവൽസ് വോൺ ചെയ്ത താരം അത് ഗബ്രിയേൽ മഗല്ലസ് തന്നെയാണ്. 4 ക്ലിയറൻസുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ക്ലിയറൻസുകൾ നടത്തിയ താരവും അദ്ദേഹമാണ്. 2 ടാക്കിൾസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഡിഫൻസിൽ മികച്ച പ്രകടനമാണ് ഗബ്രിയേൽ മഗല്ലസ് നടത്തിയിട്ടുള്ളത്. അത് നമ്മൾ എടുത്തു പ്രശംസിക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു താരം അത് ഗോൾ കീപ്പറായ ആലിസൺ ബക്കറാണ്. അതായത് പലപ്പോഴും സ്കോട്ട്ലാൻഡ് കൗണ്ടർ അറ്റാക്കുകൾ നടത്തിയപ്പോൾ ബ്രസീലിന്റെ ഡിഫൻസിൽ ചില പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം ബ്രസീലിനെ രക്ഷിച്ചത് ഗോൾ കീപ്പറായ ആലിസൺ ആണ്. തകർപ്പൻ സേവുകൾ ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒരൊറ്റ ഗോൾ പോലും അദ്ദേഹം വഴങ്ങിയിട്ടില്ല. 5 സേവുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൽ 4 സേവുകളും വന്നത് ഇൻസൈഡ് ബോക്സിനകത്ത് നിന്നുള്ള ഷോട്ടുകളിൽ നിന്നായിരുന്നു. 1.23 ഗോളുകൾ പ്രിവെന്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് താൻ നേരിട്ട 100% ഷോട്ടുകളും സേവ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 8.5 ആണ് അദ്ദേഹത്തിന്റെ സോഫ സ്കോർ റേറ്റിംഗ്. മികച്ച പ്രകടനമാണ് ഗോൾ വലയ്ക്ക് കീഴിൽ ആലിസൺ ബക്കർ നടത്തിയത്. അദ്ദേഹത്തിന്റെ ഒരു മാസ്മരിക പ്രകടനം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ബ്രസീലിന് ഗോളുകൾ വഴങ്ങേണ്ടി വന്നേനെ. അത്രയേറെ നല്ല രൂപത്തിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബ്രൂണോ ഗിമറസിനെ കൂടി എടുത്തു പറയേണ്ടതുണ്ട്. 2 അസിസ്റ്റുകൾ ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇതോടുകൂടി 3 അസിസ്റ്റുകൾ വേൾഡ് കപ്പിൽ അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞു. 2 അസിസ്റ്റുകൾ, 2 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, 3 കീ പാസുകൾ, 46 പാസുകളിൽ 38 എണ്ണം അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. 8 ഡുവലുകളിൽ 4 ഡുവലുകൾ വിജയിച്ചു. 9 ബോളുകൾ റിക്കവർ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സോഫ സ്കോറിന്റെ റേറ്റിംഗ് 8 ആണ് വരുന്നത്. ഇങ്ങനെ ബ്രൂണോ ഗിമറസും മികച്ച പ്രകടനമാണ് നടത്തിയത്. ഈ 3 പേരെയും എടുത്ത് പ്രശംസിക്കേണ്ടതുണ്ട്. കൂടാതെ മാത്യൂസ് കുഞ്ഞ, റയാൻ എന്നിവരൊക്കെ നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. ഫിനിഷിങ്ങിലെ ഒരു അപാകത മാറ്റി നിർത്തിയാൽ റയാൻ നല്ല ഇമ്പാക്റ്റ് ആണ് വലതു വിങ്ങിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പതിവ് പോലെ മാത്യൂസ് കുഞ്ഞ നല്ല രൂപത്തിൽ കളിച്ചു. ഒരു ഗോൾ അദ്ദേഹം നേടി. ഡിഫൻസീവ്ലി ടീമിനെ അദ്ദേഹം സഹായിച്ചു. അദ്ദേഹത്തിന്റെ വർക്ക് റേറ്റിനെ നമ്മൾ എപ്പോഴും എടുത്തു പറയുന്നതാണ്. ഏതായാലും മികച്ച ഒരു പ്രകടനമാണ്, ഒരു ടീം വർക്കാണ് ഇന്ന് ബ്രസീൽ നടത്തിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.